എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ചി സോഫ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലിലെ പോലെ തന്നെ വീശൊന്നും അടിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിലുണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ഈസി ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ മൈദമാവ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1 kg മൈദമാവ് എടുത്തിട്ടുണ്ട്, 1 kg. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എലൈറ്റിൻ്റെ മൈദമാവാണ് കേട്ടോ. നല്ലൊരു പൗഡറാണത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നതിനായിട്ട് നമ്മൾ ഈ ഫ്ലോറിൻ്റെ നടുവിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെക്കുക. സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിന് പഞ്ചസാര, ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 1 kg മൈദമാവിന് 3 or 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ആകെ 1 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് തമ്മിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാതും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മെഷീൻ കപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം അളന്ന് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു മാവ് രൂപത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ കറക്റ്റ് കുഴ പരുവത്തിലായിട്ട് അത് കിട്ടുള്ളൂ കേട്ടോ. നന്നായി കുഴക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായി എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മളുടെ മാവ് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നന്നായി കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് എവിടെയാണ് പൊറോട്ട അങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ സ്പേസിലേക്ക് ഇട്ടിട്ടുണ്ട്, തറയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നന്നായി ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നല്ല മാവ് കുഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഓയിൽ എടുത്തിട്ട് കയ്യിൽ പുരട്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ കൂടുതലായിട്ട് ചേർക്കേണ്ടി വരുള്ളൂ. അങ്ങനെ നമ്മളുടെ മാവ് കണ്ടില്ലേ ഇതേപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 1.5 മണിക്കൂർ ഇതേപോലെ തന്നെ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് നേരം വെക്കണം. 1.5 മണിക്കൂർ കറക്റ്റ് വെച്ചാൽ തന്നെ കറക്റ്റ് നമ്മളുടെ ആ ഒരു സോഫ്റ്റ്നെസ് കൂടി വരും ഡോൻ്റെ. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ആ ഒരു മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, മുൻപത്തേനേക്കാളും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ 20 പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയ്ക്കാം, വലുപ്പം കുറച്ചിട്ട് ഇതിൽ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ അപ്പോൾ അതിൻ്റെ ആ ലെയർ ആക്കുന്ന പ്രോസസ്സിൽ ആ ലെയറിങ് കുറഞ്ഞു പോവുള്ളൂ. അപ്പോൾ മാക്സിമം 20 അല്ലെങ്കിൽ ഒരു 22 പേരൊക്കെയാണ് 1 കിലോ മൈദയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് 20 കുഞ്ഞ് ബോൾസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചില ആൾക്കാർ പൊറോട്ട ഭയങ്കര സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് കോഴിമുട്ട, അതുപോലെ തന്നെ പാല്, ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മളിതിലാകെ കോഴിമുട്ടയാണ് എക്സ്ട്രാ ഈ പറഞ്ഞ ഐറ്റംസിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഈസ്റ്റും അതുപോലെ ബേക്കിംഗ് പൗഡർ, പാലോ ഒന്നും ചേർത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ 20 ബോൾസായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ 20 ബോൾസിനെ പരത്തിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പൊറോട്ട പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പൊടി എക്സ്ട്രാ മൈദപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മളിതിൽ കുറച്ചുകൂടെ എന്താ പറയുക ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയതാക്കിയിട്ട് പരത്തണമെന്നില്ല, എന്നാൽ വല്ലാതെ ചെറുതാവാനും പാടില്ല. ഒരു സൈസ് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാക്കുന്ന എല്ലാതും അതേ സൈസ് തന്നെ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 20 പൊറോട്ട ഞാൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒരു കുഴൽ യൂസ് ചെയ്തിട്ടാണ് പരത്തേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ നമ്മളുടെ മാവ് നല്ല നീട്ടി പരത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ മാവ് ഇപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള 19 പൊറോട്ടയെ കൂടി നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ 10 പൊറോട്ട വേറൊരു ഭാഗത്തും രണ്ടാമത്തെ 10 പൊറോട്ട വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വീശിയടിക്കൊന്നും ചെയ്യുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ 10 എണ്ണം അടുക്കി വെച്ചിട്ട് നെക്സ്റ്റ് 10 അടുക്കി വെച്ചിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ 2 സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു പൊറോട്ടയുടെ മുകളിൽ മറ്റേത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ തേച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഫുൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടി പിടിക്കാൻ പാടില്ല പരസ്പരം. അങ്ങനെ നമ്മളുടെ 2 സെറ്റ് പൊറോട്ട കണ്ടില്ലേ, ഫസ്റ്റ് 10 ഇതാണ്, നെക്സ്റ്റ് 10 ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് പൊറോട്ട ഇങ്ങനെ വീശിയടിക്കുന്നത് ഒഴിവാക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരറ്റത്തു നിന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് 10 അടക്കി വെച്ചിട്ടുള്ള പൊറോട്ടയിൽ നിന്ന് ആദ്യത്തെ നമുക്ക് ഇങ്ങനെ മെല്ലെ വലിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ കൂടുതൽ വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രമേ 1 ബൈ 1 ആയിട്ട് ലെയർ ഇങ്ങനെ ആയിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ലെയറാക്കി എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ വലിച്ചു കൊടുക്കുക. അങ്ങനെ വലിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് ഇതിങ്ങനെ നീണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സാവധാനത്തിൽ വലിച്ചെടുക്കുക. അങ്ങനെ ഒരു എണ്ണം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നമ്മൾ നോർമൽ പൊറോട്ട ഒക്കെ വീശി അടിച്ച ശേഷം നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കില്ല, അതേപോലെ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്താൽ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ പൊറോട്ടയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ളത് ആ മാവിന്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടാൽ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പൊറോട്ടകളും നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കണം കേട്ടോ. എനിക്ക് പൊറോട്ട വീശി അടിച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടമായത് ഇങ്ങനെ ചെയ്യാനാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് പൊറോട്ട മേക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേറൊരു ടൈപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീറ്റ് പൊറോട്ടയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മൈദ ആയിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതേപോലെ ആക്കി എടുക്കുക. ആദ്യത്തെ 10 പൊറോട്ട ഇതേപോലെ തന്നെ വലിച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. വട്ടത്തിൽ ഇതേപോലെ ചുരുട്ടി വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത 10 എണ്ണം ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക. വലിച്ചെടുക്കുമ്പോൾ പൊട്ടി പോരാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ ചുരുട്ടി കൊടുക്കുമ്പോൾ അത് അതിൽ ഓക്കെ. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വീശി അടിച്ചിട്ട് നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡായ കാരണമാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് കാട്ടി തന്നിട്ടില്ല, ഞാൻ ഇതുവരെ ചാനലിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത് കാട്ടി തരുന്നത്. അപ്പോൾ അങ്ങനെ 20 പൊറോട്ടയും നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിനെ നമ്മൾ കൈകൊണ്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം അല്പം എണ്ണയോ നെയ്യോ വെണ്ണയോ ഓയിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ തടവി കൊടുക്കുക. ദെൻ നമ്മൾ ഈ റിങ് പോലെ ചുരുട്ടി വെച്ചിട്ടുള്ളത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ വലുതായി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളുടെ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തുള്ളൊരു സൈസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതുണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈസ് ആയാലും ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മളിത് ചുട്ടെടുക്കാനാണ് പോണത്. ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ദോശച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കരിയല്ല, പിന്നെ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് ദോശച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മളതിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തടവി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് കൊടുക്കുക. ദെൻ 2 ഭാഗം ആവശ്യത്തിന് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ അപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ദെൻ ഒരു 6-7 സെക്കൻഡ് ആകുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ദെൻ ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ വെണ്ണ തടവുക, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക.
ദെൻ ഓയിൽ അല്ലെങ്കിൽ എന്താ പറയുക നെയ്യ് പുരട്ടിയിട്ട് മറിച്ചിടുമ്പോഴാണ് കേട്ടോ, ചുട്ടെടുക്കുമ്പോഴാണ് പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം അത് ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വട്ടത്തിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പൊറാട്ട തന്നെ പ്രസ് ചെയ്ത് വലുതാക്കുന്നതും ചുടലും ഞാൻ ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചുട്ടെടുക്കുന്ന അതേ സെയിം ടൈമിൽ അവിടെ ഓരോ പൊറോട്ട ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലുതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇവിടെ പൊറാട്ട നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പൊറാട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊറാട്ട നമ്മൾ ആ ലെയറിങ് കാണണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കണം കൈകൊണ്ട്, നല്ല പ്രഷർ കൊടുത്തിട്ട് ആ ചൂട് കൊടുക്കണേ തന്നെ നമ്മൾ നല്ല അടിച്ചെടുക്കണം. അടിച്ചാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ലെയർ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല ചൂടായ കാരണം കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പൊറാട്ട ചിക്കൻ വിന്താലുവിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷെ പിന്നെ നമ്മളുടെ കടയിലെ ആ ലെയറിങ് കിട്ടിയില്ലെങ്കിലും എന്നാലും നല്ല ലെയറിങ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.